എല്ലാവർക്കും ആൻസോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്പക്കറിയാണ്. തേങ്ങയൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. മരക്കിഴങ്ങ് കറി എന്നും പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പക്ക് മരക്കിഴങ്ങ് എന്നാണ് പറയാറ്. ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് കപ്പയുടെ തൊലി കളഞ്ഞ് കഴുകി എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്ത് അതിനുശേഷം ഒന്നുകൂടി കഴുകി വെച്ചതാണിത്. ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ പകുതി സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇതാ ഞാൻ ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചതച്ച് വെച്ചതാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് കപ്പയായിരുന്നു ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ പകുതി അരിഞ്ഞു വെച്ചത്. ഇതിലേക്ക് 3 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പിടുമ്പോൾ നോക്കിയിട്ടിടാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കായി കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ഉപ്പിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നോക്കാം വെള്ളം അതിന് ആവശ്യമുണ്ടോ എന്ന്. കുറച്ചുകൂടി വെള്ളം വേണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിളക്കും. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതൊന്ന് അടച്ചു വെക്കാം. കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെക്കണ്ട. തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ശേഷം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. കറക്റ്റ് പാകമാണ്. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് അതിനുശേഷം മാത്രം സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം നല്ല കൊഴുപ്പൊക്കെ വന്ന് ഗ്രേവിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട്കാ പാൻ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് ഇടാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. കപ്പയുള്ള സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.